സ്മാർട്ട് അപ്ഡേറ്റ്സ്. ബാത്റൂം മരണം നമുക്കും സംഭവിക്കാം. ശ്രദ്ധിക്കേണ്ടതെല്ലാം. നമ്മുടെ നാട്ടിൽ സുപരിചിതമല്ലാത്തത് കൊണ്ടാകാം നടി ശ്രീദേവിയുടെ മരണം നമ്മൾക്കൊരു ഞെട്ടലായിരുന്നു. ബാത്ടബിൽ ആരെങ്കിലും മുങ്ങി മരിക്കുമോ? അതിനു മാത്രം വെള്ളമുണ്ടോ? തല ഇടിച്ചു കാണുമോ? അങ്ങനെ മീഡിയകളും നമ്മളും ചർച്ച ചെയ്തു. ബാത്ടബ് എന്നൊരു സൗകര്യം നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലെങ്കിലും പണക്കാരുടെ വീട്ടിൽ ഒരു അലങ്കാരമായുള്ള ഈ സൗകര്യം വളരെ ആപത്ത് നിറഞ്ഞ ഒരു വസ്തു കൂടിയാണ്. ബാത്റൂം അഥവാ ബാത്ടബ് മരണങ്ങൾ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഒരു പൊതു പ്രതിഭാസമാണ്. വർഷം തോറും 17,000-ഓളം ആളുകളാണ് ബാത്റൂമുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ മരിക്കുന്നത്. ഒരു വീട്ടിൽ അടുക്കള കഴിഞ്ഞാൽ ഏറ്റവും അപകടം നിറഞ്ഞ ഇടമായാണ് ബാത്റൂമിനെ കണക്കാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെയല്ല കാണുന്നതെങ്കിൽ പോലും നമുക്ക് ബാത്റൂം സ്വസ്ഥമായ ഒരിടമാണ്. ചിന്തിക്കാൻ, സ്വസ്ഥമായിരിക്കാൻ, ഒരുപക്ഷെ ചില നേരങ്ങളിൽ ഒന്ന് പൊട്ടിക്കരയാൻ. ബാത്റൂമിലിരുന്ന് പത്രവും പുസ്തകങ്ങളും വായിക്കുന്ന ആളുകൾ വളരെയുണ്ട്. പക്ഷേ ഇതേ ബാത്റൂമിൽ അടങ്ങിയിരിക്കുന്ന അപകടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ബാത്റൂമിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാണ്. വഴുക്കി വീഴൽ, ബാത്ടബ് ഉള്ള സ്ഥലമാണെങ്കിൽ മുങ്ങി മരണം, ഇതൊന്നും കൂടാതെ നമ്മുടെ ശരീര താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം. പലപ്പോഴും ചൂട് നിറഞ്ഞ ഒരു ദിവസത്തിന്റെ അവസാനം നല്ല ഉശിരൻ ഒരു കുളി പാസാക്കിയാണ് നമ്മൾ തീർക്കാറുള്ളത്. പക്ഷേ അത് അപകടകരമാണ്. ചൂടുള്ള ശരീരം പെട്ടെന്ന് തന്നെ പൂർണ്ണമായും തണുപ്പിലേക്ക് ഇറങ്ങരുത്. അതായത് ഏവരുടെയും മോഹമായ ബാത്ടബിൽ മുങ്ങിക്കിടക്കൽ ഒരു അപകടമാണ്. ചൂടുള്ള ശരീരം ഓരോ പടിയായി മാത്രമേ തണുപ്പിക്കാൻ പാടുള്ളൂ. അതുകൂടാതെ തന്നെ തല ആദ്യം കുളിക്കുന്ന ശീലവും അപകടമാണ്. പൊതുവെ ചൂടാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രകൃതം. അപ്പോൾ പെട്ടെന്ന് തല നനയ്ക്കുമ്പോൾ ശരീരത്തിലെ ഊഷ്മാവ് ഏകീകരിക്കുന്നതിനായി പൊടുന്നനെ തന്നെ രക്തയോട്ടം വർദ്ധിക്കുന്നു. ഇത് തലച്ചോറിലെ സെല്ലുകളെ നശിപ്പിക്കുകയും അപകടമുണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലാത്ത ഈ ബാത്റൂം മരണങ്ങളെപ്പറ്റി ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വിശദമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ബാത്റൂം അപകടങ്ങളിൽ പെടുന്നവരിൽ അധികവും. അതിൽ തന്നെ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. ശരീരത്തിന്റെ ശക്തി കുറവ്, എല്ലുകളുടെ ബലക്കുറവ്, ഇതെല്ലാമാണ് ഇതിനു പറയുന്ന കാരണങ്ങൾ. ഇനി നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അപകട സാധ്യതകൾ ഒരുപാടുള്ള ഒരിടമാണ് ബാത്റൂം. വഴുതി വീണാൽ തലയിടിച്ചും എല്ലിന് പരിക്കുപറ്റിയും അപകടം സംഭവിക്കാം. ബാത്ടബ് ആണെങ്കിൽ മുങ്ങി മരണത്തിനുള്ള സാധ്യതയും. ഇലക്ട്രിക് പ്ലഗിൽ നിന്നും വൈദ്യുതി പ്രഹരത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. നനഞ്ഞ ശരീരവും വൈദ്യുതിയും അപകട സാധ്യത കൂടുതലാണ്. പലപ്പോഴും അപകടം പറ്റിക്കഴിഞ്ഞാൽ അടച്ചിട്ടിരിക്കുന്ന വാതിലിന് പുറത്തേക്ക് നമുക്ക് പോകാനോ നമ്മെ രക്ഷിക്കാൻ ആർക്കും വരാനോ സാധിക്കുന്നില്ല എന്നതും അപകടങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നു. നമ്മൾ പൊതുവെ സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും ഇടമായി കാണുന്ന ബാത്റൂമിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ ഇവയൊക്കെയാണ്. നമുക്കെടുക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കഴിവതും ചൂടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു മുങ്ങിക്കുളിക്കലിലേക്ക് പോകാതിരിക്കുക. വഴുക്കാത്ത ഒരു സ്ലിപ്പർ ഉപയോഗിക്കാം. ബാത്ടബ് ഉണ്ടെങ്കിൽ അതിനു ചുറ്റുമുള്ള വശങ്ങൾ ഉണക്കി സൂക്ഷിക്കാം. സോപ്പ്, ഷാംപൂ തുടങ്ങിയ കുളിക്ക് അത്യാവശ്യമായ സാധനങ്ങൾ കയ്യെത്തും ദൂരത്ത് തന്നെ വെക്കാം. ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടിൽ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് എല്ലാ കൊല്ലവും ബാത്റൂം അപകടങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ല ഈ അപകടങ്ങളെങ്കിലും നമുക്കും സൂക്ഷിക്കാം. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുള്ളപ്പോൾ. അവർ ഒറ്റയ്ക്കാണെങ്കിൽ വീടിനുള്ളിൽ തന്നെ നമ്മൾ ഒരുക്കുന്ന ഒരു അപകടക്കെണി ആവാതിരിക്കട്ടെ ബാത്റൂമുകൾ. സ്മാർട്ട് അപ്ഡേറ്റ്സ്.